second accident. Second hand? Allah, mushkil. Allah, mushkil. Where are you from? India, India. Which city? Kerala. Kerala. Kerala? Yeah. Sugam? സുഖം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ വീണ്ടും കഴിഞ്ഞ വർഷം പോയില്ലേ, അതുപോലെ തന്നെ ഈ പ്രാവശ്യം നമ്മൾ അഡ്വഞ്ചർ വാട്ടർ തീം പാർക്ക്, അറ്റ്ലാന്റിസ് അഡ്വഞ്ചർ വാട്ടർ തീം പാർക്കിൽ പോവാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയപ്പോൾ പറഞ്ഞായിരുന്നു എൻ്റെ ബർത്ത്ഡേ പാസിന് വേണ്ടി ഫ്രീ ആയിട്ടായിരുന്നു പോയെന്ന്. അത് ഞാൻ രജിസ്റ്റർ ചെയ്യുന്ന എല്ലാം ആ വീഡിയോയ്ക്കകത്ത് കാണിച്ചു. എന്നാലും ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് കാര്യങ്ങളെന്നൊക്കെ. അപ്പോൾ ഞാൻ ആ രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ, ഒരു മൊബൈൽ സ്ക്രീൻ വീഡിയോ ഞാനിപ്പോൾ ഈ വീഡിയോയുടെ കൂടെ ഞാനിപ്പോൾ ആഡ് ചെയ്യാം. അപ്പം നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അക്വ പാർക്കിൻ്റെ തന്നെ ഈ ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വരും. അത് നമ്മൾ സ്ക്രോൾ ചെയ്ത് ഏറ്റവും താഴെ കൊണ്ടുവരുമ്പോൾ അതിനകത്ത് രജിസ്റ്റർ നൗ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നമ്മുടെ പാസ്പോർട്ടിനകത്ത് അല്ലെങ്കിൽ എമിറേറ്റ്സ് ഐ ഡി റോഡ് ഫസ്റ്റ് നെയിം കൊടുക്കുക, ലാസ്റ്റ് നെയിം കൊടുക്കുക, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, കറക്റ്റായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ഏത് രാജ്യത്താണെന്നുള്ളത് കൊടുക്കണം, യുണൈറ്റഡ് അറബ്. നമ്മുടെ ജെൻഡർ സെലക്ട് ചെയ്യുക, മെയിലാണെന്നോ അല്ലെങ്കിൽ ഫീമെയിലാണെന്നുള്ള കാര്യം. പിന്നെ നമ്മുടെ പേഴ്സണൽ മെയിൽ ഐ ഡി കൊടുക്കുക, കറക്റ്റായിട്ടുള്ള മെയിൽ ഐ ഡി കൊടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പേഴ്സണൽ മൊബൈൽ നമ്പറും കൊടുക്കുക. പിന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ കൊടുത്താൽ നമ്മുടെ മെയിലിൽ അവരുടെ മെയിൽ വരും. അപ്പോൾ നമ്മൾ നമ്മുടെ അറ്റ്ലാന്റിസ് വാട്ടർ തീം പാർക്കിൻ്റെ അടുത്ത് എത്താറായി. ഏകദേശം ഇനി നമുക്കൊരു 5 മിനിറ്റ് ഡ്രൈവ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇവിടുന്ന് വീഡിയോ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഒരു റോഡുണ്ട്, ദുബായിലുള്ളതും അബുദാബിയിലുള്ള എല്ലാവർക്കും അറിയാം. സംഭവം എന്ന് പറഞ്ഞാൽ ഇനി ഇങ്ങോട്ട് കാണാൻ പോകുന്ന ആ ഒരു റോഡെന്ന് പറയുന്നത് കടലിൻ്റെ അടിയിൽ കൂടെ ഉണ്ടാക്കിയ ഒരു ടണലാണ്. ഇതുണ്ടോ, ആ ബ്ലൂ കാണുന്ന എല്ലാം കടലാണ്. ആ കടലിന് അടിയിൽ കൂടാണ് ഈ റോഡ് നിർമ്മിച്ചത്. നേരെ നോക്കിയിട്ടാണെങ്കിൽ അതായത് വെറും 50 കിലോമീറ്റർ സ്പീഡിൽ മാത്രമേ ഇവിടെ പോകാമെന്ന് വെച്ചിട്ടുണ്ട്. നേരെ ഇതേ കടലിൻ്റെ അടിയിൽ കൂടാണ്. അതായത് നമ്മുടെ ടോപ്പിൽ, ഈ ടണലിൻ്റെ ടോപ്പിലെന്ന് പറയുമ്പം കടലാണ് സംഭവം. പതുക്കെ ഇങ്ങനെ പോവാം നമുക്ക്. അത് ഏകദേശം എനിക്ക് തോന്നുന്നൊരു 1 കിലോമീറ്റർ അത്ര ഏതാണ്ട് കാണണം ഈ ഒരു ടണലെന്ന് പറയുന്നത്. നമ്മളിങ്ങനെ പതുക്കെ അങ്ങോട്ട് പോവുകയാണ്. ഇപ്പോൾ അറ്റ്ലാന്റിസിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയെന്ന് പറയുന്നത് നമ്മൾ മോണോറയിലാണ്. ഇപ്രാവശ്യം നമ്മൾ കാറിലാണ് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ആ അറ്റ്ലാന്റിസിലെ ആ ഒരു ലൊക്കേഷനിൽ തന്നെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഇച്ചിരി ദൂരം പാർക്ക് ചെയ്തിട്ട് ഈ അറ്റ്ലാന്റിസ് ഹോട്ടലിലോട്ട്, അതായത് വാട്ടർ തീം പാർക്കിലോട്ട് ഷട്ടിൽ ബസ്സുണ്ട്. ആ ബസ്സിൽ കയറി വരണം. അപ്പം എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പം ഞാനതൊന്ന് നോക്കണം അതെങ്ങനെയാണ് പാർക്ക് ചെയ്യുന്നത് കാര്യങ്ങളെന്നൊക്കെ. ഏകദേശം 1 കിലോമീറ്റർ ഉണ്ടോ? 1 കിലോമീറ്റർ ഉണ്ടോ രാവിലെ? 1 കിലോമീറ്റർ ഉണ്ടാവും. അപ്പോൾ ഇതാണ് ടണൽ സംഭവം. നമ്മളിങ്ങനെ പതുക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ടണൽ കഴിഞ്ഞു. ഇത് കണ്ടോ, നേരത്തെ ഇത് ബ്ലൂ ആയിരുന്നു, ഇപ്പോൾ അത് ബ്ലാക്ക് ആയി. നൈറ്റാന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ യെസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഏകദേശം എത്താറായിരിക്കുകയാണ്. നൈസായിട്ടൊന്ന് വഴി തെറ്റി, അതായിരുന്നു ഞാൻ വീഡിയോ എടുത്ത് ക്ലോസ് ചെയ്തത്. അപ്പോൾ തിരിച്ച് നമ്മൾ ഇങ്ങനെ കറങ്ങി വന്നു. അതായത് ഇത് പാം ജുമേറയാണ്. പാം ജുമേറ എന്ന് പറയുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം, ഒരു അടിപൊളി പോർഷ് ഏരിയ ആണ്. അതായത് വലിയ വലിയ ഹോട്ടലുകളും കാര്യങ്ങളും. അതുപോലെ തന്നെ ഈ സൈഡിൽ നമ്മുടെ അറേബ്യൻ സീ ഉണ്ട്. നല്ല കടലാണ്. നമുക്ക് അങ്ങറ്റം നീന്തി കിടന്നു കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിലെത്താമെന്നാണ് എൻ്റെ സുഹൃത്തായ രാഹുൽ പറഞ്ഞിരിക്കുന്നത്. ഒരു 2-3 മണിക്കൂർ നീന്തിയാൽ മതി എന്നാണ് പറയുന്നത്. ബോട്ട് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ കമ്പനിക്ക് 2 പ്രോജക്റ്റ് ഈ ഏരിയ കിട്ടിയിട്ടുണ്ട്. താമസിയാതെ ഞങ്ങൾ ഇങ്ങോട്ട് മാറുമായിരിക്കും. അപ്പം ഞങ്ങൾക്ക് സ്ഥിരം ഇനി കടലുകൾ കണ്ടുകൊണ്ട് ഞങ്ങൾ വർക്ക് ചെയ്യുന്നതാണ് അല്ലേ. അതുകൊണ്ട് കൺസ്ട്രക്ഷനൊക്കെ കിടക്കുന്നുണ്ട്. ഇതൊന്നും നമ്മുടെ കൺസ്ട്രക്ഷൻ അല്ല. ഇതൊക്കെയൊന്നും ഭയങ്കര ഏരിയ ആണ് സംഭവം പറഞ്ഞാൽ. അവിടെ ഇതുപോലെ ഒരു സ്ഥലത്താണ് നമുക്ക് വഴി തെറ്റിയത്. അപ്പോൾ നമ്മൾ ഏകദേശം എത്താറായിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ഓക്കെ, ഡ്രൈവ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് സത്യം പറഞ്ഞാൽ എല്ലാവരും ബിസി ആയിരുന്നു, ആരും ഇല്ലായിരുന്നു. അപ്പോൾ ഒറ്റയ്ക്ക് പോകാനൊക്കെ ഇരുന്നായിരുന്നു. അപ്പോൾ നമ്മുടെ ചങ്ക് രാഹുൽ നമ്മുടെ കൂടെ ഉണ്ട്. ഞാനിപ്പം വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ രാഹുലുമായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ അഡ്വഞ്ചർ വാട്ടർ തീം പാർക്കിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ എന്ന് പറയാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയത് മോണോറയിൽ, അതായത് മെട്രോ ഉപയോഗിച്ചായിരുന്നു നമ്മൾ പോയത്. ഇപ്രാവശ്യം നമ്മൾ നമ്മുടെ പ്രൈവറ്റ് കാറിലാണ് വന്നത്. അപ്പോൾ കാറിൽ വരുമ്പം അറ്റ്ലാന്റിസ് വാട്ടർ തീം പാർക്കിൻ്റെ അടുത്ത് പാർക്കിംഗ് ഇല്ല. അത് എല്ലാവരും ശ്രദ്ധിക്കുക. തൊട്ടടുത്ത് വൈറ്റ് ബീച്ച് എന്ന് പറയുന്ന ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അവിടാണ് അഡ്വഞ്ചർ വാട്ടർ തീം പാർക്കിന്റെ പാർക്കിംഗ്. അവിടെ പാർക്ക് ചെയ്യുക. ഇവിടുന്ന് ഷട്ടിൽ ബസ്, അതായത് വലിയ ബസ് അവിടെ കിടപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. ആ വലിയ ബസ്സിനകത്ത് കയറിയിട്ട് വേണം നമുക്ക് അഡ്വഞ്ചർ വാട്ടർ തീം പാർക്കിലോട്ട്. അപ്പം നമ്മുടെ കാറൊക്കെ ഇവിടെ പാർക്ക് ചെയ്തു. അപ്പം ഞങ്ങൾ ഡ്രസ്സൊക്കെ, ഞാനൊക്കെ ഓൾറെഡി ഡ്രസ്സ് എടുത്ത് അകത്തിട്ടിട്ടുണ്ട്. രാഹുൽ ബാഗിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ബാഗുണ്ട്. പിന്നെ വരുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, അകത്ത്
അകത്തോട്ട് ഫുഡൊന്നും കയറ്റത്തില്ല, വെള്ളം കയറ്റത്തില്ല, അങ്ങനെയൊക്കെയുള്ള പല പരിപാടിയുണ്ട്. അവിടുന്ന് തന്നെ മേടിക്കണം. ഒരു കുപ്പി വെള്ളത്തിന് 10 dirhams ആണ്. അന്ന് നമ്മൾ പറഞ്ഞ് ഒരു പാക്കറ്റ്, ചെറിയ പാക്കറ്റ് എന്താണ് ഫ്രൈഡ് റൈസ് വാങ്ങുന്നതിന് 40 dirhams ആണ്. അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ, അപ്പം ഫോളോ മീ. അപ്പം നമ്മൾ പാർക്ക് ചെയ്തിട്ട് ഇറങ്ങി. അപ്പം നമ്മുടെ ബസ് ദേ കിടക്കുന്നു, അഡ്വഞ്ചർ കണ്ടോ ബസ് കിടക്കുന്നു. അപ്പം നേരെ അതിലോട്ട് നടക്കുവാണ്. രാഹുലുണ്ട്, ഫുൾ ബാഗ് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ കാറ് പാർക്ക് ചെയ്താണ്ട് ഇവിടെയാണ്. അധികം ആൾക്കാർ രാവിലെ ഒന്നും വന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു. കാണുന്ന സ്ഥലത്തോട്ടാണ് പോകേണ്ടത്. ഒരു 2 minutes അത്രേ ഉള്ളൂ. എന്താണ്? അതെ അതെ, സ്വർണ്ണം കാര്യങ്ങളെല്ലാം ഊരി അത് കൊണ്ടുവരണ്ട, വെച്ചാൽ മതി, വീട്ടിൽ വെച്ചാൽ മതി. അപ്പം നമ്മൾ അങ്ങോട്ട് പോട്ടെ. അപ്പം നമ്മൾ ബസ്സിൽ കയറി. ബസ്സിൽ ഒരുപാട് ആൾക്കാരുണ്ട്. നല്ല അടിപൊളി ബസ്സാണ്, AC ബസ്സാണ്. 5 minute നമുക്ക് പോകുന്ന ദൂരമേ ഉള്ളൂ. സംഭവം എന്ത് ചെയ്യും, ബസ്സിൽ കയറി. രാഹുൽ എന്ത് ചെയ്യും? രാഹുൽ ഹായ്. എവിടെ പോവാ നമ്മൾ? വാട്ടർ തീം പാർക്കിൽ. എന്തിനാ പോന്നേ? നിനക്ക് നീന്തൽ അറിയാമോ? ഈ ബാഗിൽ എന്തൊക്കെയുണ്ട്? എക്സ്ട്രാ ഡ്രസ് വേണം, പിന്നെ ഒരു എക്സ്ട്രാ ഷെഡ് ഉണ്ടെങ്കിൽ എടുക്കണം, പിന്നെ മറ്റേ ടാഗ് ഉണ്ടെങ്കിൽ ഭയങ്കര വിലയാന്ന് പറയുന്നത്. അതായത് 80 dirhams ആണ് വാട്ടർ പ്രൂഫ് കവർ ഈ അഡ്വഞ്ചർ തീം പാർക്കിനകത്ത് മേടിക്കാൻ. പുറത്ത് പോയി കഴിഞ്ഞാൽ 1 to 10, അതുപോലെ ഡെൽറ്റ, മദീന അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ 10 dirhams സാധനം കിട്ടും. അങ്ങനെ 10 dirhams സാധനം മേടിച്ചിട്ടുണ്ട്. പിന്നെ കണ്ണിലിടാനുള്ള ഗ്ലാസ് വാങ്ങി, തലയിൽ വെള്ളം കയറാതിരിക്കാനുള്ള പ്ലാസ്റ്റിക് ക്യാപ്പ് വാങ്ങി, അങ്ങനെയുള്ള പല കാര്യങ്ങളും വാങ്ങിയിട്ടുണ്ട്. മാക്സിമം ഇവിടുന്ന് മേടിക്കുന്നത് ബെറ്റർ ആയിരിക്കും. അപ്പം ഞങ്ങളിതിനകത്ത് കയറി. അപ്പം ഇനി ചിലവ് ചുരുക്കാനുള്ള ഉദ്ദേശമില്ല. ഓക്കെ, അപ്പം നമ്മളെന്തായാലും വാട്ടർ തീം പാർക്കിലോട്ട് പോകാം. ആൾക്കാരൊക്കെ ഫുള്ളായി വരുന്നുണ്ട്. ഹലോ ഗായ്സ്, അപ്പം നമ്മുടെ വണ്ടി എടുത്തിരിക്കുകയാണ്. ഏകദേശം 5 minute കൊണ്ട് തന്നെ നമ്മൾ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. പക്ഷേ അടിപൊളി വണ്ടിയാണ്. മൊബൈൽ ചാർജ് ചെയ്യാം, അതുപോലെ ഗ്ലാസ് വെക്കാനുള്ള സാധനങ്ങളുണ്ട്. ഭയങ്കര സെറ്റപ്പാണ്. പക്ഷേ 5 minute നമുക്ക് യാത്രയുള്ളൂ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. 1 മണിക്കൂർ പോലും നമുക്ക് യാത്രയില്ല. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ബസ് ഫുള്ളായി. ഈ കാണുന്നതായിരുന്നു നമ്മുടെ ബസ്. അപ്പം നമ്മുടെ ബസ് ഇറങ്ങി. ഇതിനകത്ത് എല്ലാവരും അങ്ങോട്ട് പോകുന്നതാണ്. ഈ കാണുന്നതാണ് മോണോറെയിലിൻ്റെ ലാസ്റ്റ് എൻഡ്. അപ്പം നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഇറവികളുണ്ടോ? ഇല്ല. പുതിയ പരിപാടി ഇറങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ കൂട്ടല്ല, നമുക്കൊരു വാച്ചാണ് ഇപ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യം ഒരു ടാഗ് മാത്രമായിരുന്നു. കയ്യിലെ വാച്ച് കാണിച്ചേ. നമുക്ക് 2 വാച്ചാണ്. അപ്പം നമ്മൾ ലോക്കർ പണ്ടുള്ള സ്ഥലത്തല്ല, ഇപ്പം മാറി വേറെ സ്ഥലത്താണ്. അപ്പോൾ ശരിക്കും പറഞ്ഞുണ്ടല്ലോ, നല്ല ചൂടുണ്ട്. വിയർത്ത് കുളിച്ചു. അതായത് കുറച്ച് മാറ്റങ്ങളൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് 1 വർഷം കൊണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് ലോക്കർ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ആയിരുന്നു. പിന്നെ നമ്മുടെ കയ്യിൽ ടാഗ് മാറ്റി എന്ന് പറയുമ്പോൾ ഈ സാധനമാക്കി. അപ്പോൾ രാവിലെ ഉണ്ട് ഇതിനകത്തോടൊക്കെ നമ്മൾ ഇനി വെള്ളത്തിനകത്ത് പോകണ്ട, ഒരു രക്ഷയില്ല കേട്ടോ. അയ്യ, ഭയങ്കര ചൂട്. അപ്പോൾ ഗൈസ്, അപ്പം നമ്മൾ ലോക്കറൊക്കെ എടുത്ത്, ലോക്കറിന് 60 dirhams ആയിരുന്നു. അപ്പം നമ്മൾ സെറ്റായി. എൻ്റെ പഴയ അഡ്വഞ്ചർ അറ്റ്ലാന്റിക്സിൻ്റെ സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ സോക്സും എടുത്ത് നമ്മൾ റൂമിൽ നിന്ന് ഒരു സോക്സ് കൊണ്ടുവന്ന് രാഹുൽ ഇതേ സോക്സ് ഇടുന്നു. അപ്പോൾ ഇനിയുള്ള വീഡിയോ എന്ന് പറയുന്നത് ഫുള്ള് ഇവിടുത്തെ കാര്യങ്ങളായിരിക്കും. അത് സത്യം പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ വീഡിയോ കാണണമെന്നില്ല, ഏത് യൂട്യൂബറിൻ്റെ വീഡിയോ എടുത്ത് കണ്ടാലും അടിപൊളിയായിരിക്കും. ഇതെന്താണ്? ഇതിപ്പം കീറും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ കീറുന്നത്. അപ്പം ഞങ്ങൾ ഓരോ പരിപാടിയും കയറാൻ പോവാണ്. നല്ല അടിപൊളി പരിപാടിയുണ്ട്. പക്ഷെ ഭയങ്കര ചൂടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതിൻ്റെ വീഡിയോസ് ഇടാം. അപ്പോൾ എൻ്റെ അപ്ഡേറ്റ്സ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞുതരാം. എൻ്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം, ബർത്ത്ഡേയുടെ ലിങ്കും ഞാനിവിടെ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് ഇനി ഫുൾ ഇവിടുത്തെ എൻജോയ്മെൻറ്റ് ഫൺ വീഡിയോസ് കാണാം. അപ്പം ലെറ്റ്സ് ഗോ. അപ്പം ഇനിയുള്ള വീഡിയോയ്ക്ക് മൊത്തം ഒരു ക്ലാരിറ്റി കുറവുണ്ടായിരിക്കും. ഞാൻ വാട്ടർ റെസിസ്റ്റൻറ്റ് കവറിനകത്തിട്ടേക്കാണ്. രാഹുൽ അവിടെ കിടന്ന് എന്താണ് കാണിക്കുന്നതെന്നൊരു പിടിയില്ല. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ആൾക്കാരൊക്കെ കുറവാണ്. ഞങ്ങൾ നേരെ ഒരു നോർമൽ പൂളിലോട്ട് വന്നു. പൂളല്ല, ഇതിങ്ങനെ തുഴഞ്ഞു പോകുന്നത്. അതേ ഹൊയ് ഹൊയ് ഇതാ പോകുന്നു. സംഭവം നല്ല അടിപൊളിയാണ്, സെറ്റാണ്. നമ്മൾ നീങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗായ്സ്, രാഹുൽ ദേ അവിടെ പെട്ടുപോയിരിക്കുകയാണ്. എവിടെ നിന്നൊക്കെയോ പൈപ്പുകൾ ലീക്ക് ആവുന്നു. ഭയങ്കര തിരമാല ഇവിടെ. അയ്യോ ഹലോ. അപ്പം നമ്മൾ ഇതേ ഗ്ലാസ് ഒക്കെ ഇട്ടിരിക്കുകയാണ്. ഇത് നമ്മൾ പുറത്തുനിന്ന് മേടിച്ചു കേട്ടോ. 110 dirhams ഉള്ളു. ഇവിടെ 100 dirhams, 150 dirhams, 80 dirhams ഒക്കെയാണ്. നല്ല രസമുണ്ട്. എന്താണ്
നമ്മൾ തിരിച്ച് കറങ്ങി വന്നു. ആദ്യം തന്നെ നമ്മൾ വെള്ളത്തിൽ കിടക്കുക. ഇപ്പം ചൂടൊന്നും സത്യം പറഞ്ഞാൽ അറിയുന്ന പോലും ഇല്ല ഈ വെള്ളത്തിൽ കിടക്കുമ്പോൾ. പക്ഷെ പുറത്തോട്ട് ഇറക്കുമ്പോൾ വീണ്ടും അറിയും. അപ്പം നമ്മൾ പല ഡേഞ്ചറസ് ആയിട്ടുള്ള റൈഡുകളിലൊക്കെ പോയി അല്ലേ. ഏട്ടിപ്പം പൂളിൽ വന്ന് ഇങ്ങനെ കിടക്കുകയാണ്. ഭയങ്കര ചൂട്. അപ്പോൾ വീണ്ടും ഞങ്ങൾ പൂളിലോട്ട് വന്നതാ. എങ്ങനെയുണ്ട് രാവിലെ? എന്നെ ഒന്ന് വിളിച്ചേ. നമ്മൾ നല്ല അടിപൊളി റൈറ്റ് സൈഡൊക്കെ കീറി ഗ്ലാസ്സൊക്കെ വെച്ചുകൊണ്ട് വന്നേക്കുവാണ്. ഒരു രക്ഷയില്ല കേട്ടോ. പക്ഷെ ഭയങ്കര ചൂടാണ്. അതേ ഉള്ളൊരു പ്രശ്നം. ചൂടൊക്കെ പക്ഷെ വെള്ളത്തിൽ കിടക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ അതിനിടയ്ക്ക് കൂടെ നടക്കുമ്പോൾ ഭയങ്കര പാടാണ്. എന്തായാലും എല്ലാവരും വരും. അയ്യോ ഒഴുകി പോന്നേ, ഞങ്ങൾ ഒഴുകി പോന്നേ. അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞ് കുഴഞ്ഞ് അടപ്പ് ധരിച്ചിരിക്കുക. നല്ല ചൂടും ഒരുമാതിരിപ്പെട്ട എല്ലാ റൈഡിലും കയറി. അതായത് മോസ്റ്റ്ലി ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള 2 റൈഡ്സുകളുണ്ടായിരുന്നു. അതിനകത്ത് 2-നകത്തും കയറി. കഴിഞ്ഞ പ്രാവശ്യം 1-നകത്ത് കയറിയിട്ടുണ്ട്. ഇപ്രാവശ്യം 2-നകത്ത് കയറി. സത്യം പറഞ്ഞ് കുഴഞ്ഞ് അപ്പോൾ 2-നകത്ത് കയറിയപ്പോൾ കുഴഞ്ഞ് വെള്ളമുണ്ട്. ഫ്രീ ആയിട്ട് വെള്ളം കിട്ടും. പല സ്ഥലത്തുള്ള വെള്ളത്തിൻ്റെ പരിപാടി റെഡിയാക്കി കഴിയും. നല്ല തണുത്ത വെള്ളം ബോട്ടിലുണ്ടെങ്കിൽ കുടിക്കാൻ. നമ്മൾ പഴയ മലയാളികൾ കുടിക്കുന്ന പോലെ കണ്ണിച്ച് ഇങ്ങനെ പൈസ കുടിക്കും. അങ്ങനെ ഞങ്ങൾ കുടിക്കുന്നത് സ്കൂളിൽ പോയി കുടിക്കുന്ന പോലെ അങ്ങനെ കുടിക്കും. അപ്പോൾ ഞങ്ങൾ കുറേ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ എൻ്റെ ഫ്രണ്ടിലൊരു അക്വേറിയം ഉണ്ട്. അത് ഞാൻ കാണിക്കാം. യെസ്, ദിസ് ഇസ് ദ അക്വേറിയം. ഇതുണ്ടോ തെരണ്ടി, ഇതിനെയൊക്കെ മേടിച്ച് കറി വെക്കാം. അതുപോലെ തന്നെ നമുക്ക് നോക്കാം. ഇതുണ്ടോ ഇതിനൊക്കെ കണ്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ വീണ്ടും എവിടെ എത്തി? വീണ്ടും നമ്മൾ ആദ്യം വന്ന കടലിൻ്റെ ആ ഒരു ലൊക്കേഷനിലെത്തി. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ട്യൂബ് എടുക്കുന്നു, കറങ്ങുന്നു 1 മണിക്കൂർ, എന്നിട്ട് കിടന്ന് ഫുഡ് കഴിക്കാൻ പോകുന്നു. അതാണ് ഇനി നമ്മുടെ പരിപാടി. ഓക്കെ, നോക്കി ഇപ്പോഴത്തെ ആളുണ്ടോ? രാവിലത്തെ ഉള്ള ആളല്ല, ഇപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്. എങ്ങോട്ടാണെന്നറിയാതെ ഒരു ഗുഹയ്ക്കകത്ത് കയറി പറ്റി. രാഹുലോടെ രാഹുലേ, എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? ട്രെയിനകത്ത് കയറ്റിക്കൊണ്ട് പോകുന്നതല്ല പോകുന്നത്. ഇനി എനിക്ക് തോന്നുന്നു അവിടെ ചെന്നിട്ട് മറ്റേ ജമ്പിങ് പോലെ താഴോട്ട് പോകാനുള്ള പരിപാടിയായിരിക്കും. ഇത് 2 റോയാണ്. അപ്പുറത്തെ ഒരു റോ ഉണ്ട്. ഇങ്ങോട്ട് നോക്കണ. വാടാ 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 വാടാ. ഓടി വാടാ. सेकंड एक्सीडेंट अल्लाह मुश्किल अल्लाह मुश्किल. Where are you from? India. India. Which city? Kerala. Kerala. Yeah. Sugam? Sugam. അയ്യോ രാവിലെ ഓടി വാടാ, എന്നെ രക്ഷിക്കടാ. ആസ് യൂഷ്വൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. സംഭവം പഴയ അത് തന്നെ. അന്ന് 40 ദിർഹംസ് ആയിരുന്നെങ്കിൽ ഇന്ന് 60 ദിർഹംസ് ആക്കി ഫ്രൈഡ് റൈസിന്. സംഭവം അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു പൊട്ടാറ്റോ ചിപ്സും കൂടെ വെച്ച് ഫ്രഞ്ച് ഫ്രൈസും കൂടെ വെച്ച് 20 ദിർഹംസ് കൂട്ടി ഇപ്പോൾ 60 ദിർഹംസാണ്.
ഒരു പെപ്സി, ഇത്രയുള്ളൊരു പെപ്സിക്ക് 20 ദിറംസ്. അതാണ് എല്ലാവരും ആവില്ലേ അത്രയും സാധനങ്ങൾ. ഒരു രക്ഷയില്ല. സാധനം ടേസ്റ്റ് ഉണ്ട്. വലിയ ക്വാണ്ടിറ്റി ഒന്നും ഇല്ല. പക്ഷേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ 10 രൂപയ്ക്ക് 15 രൂപയ്ക്ക് മേടിക്കുന്ന സാധനത്തിന് 70 രൂപ 60 രൂപ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമല്ലേ? അവിടെ നല്ല ഫുഡല്ലേ കിട്ടുക? നല്ല ഫുഡാണ് കിട്ടുന്നത്. പക്ഷേ ആ സ്ഥലവും ഈ സ്ഥലം വ്യത്യാസമുണ്ട്. നമ്മൾ നോർമൽ കാണാം ഹോട്ടലിനകത്തുള്ളത് ഇന്റർനാഷണൽ ആൾക്കാരുടെ സംഭവമാണ്. അവരുടെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണമല്ലോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. ഇതേ ഫുഡ് ഇവിടെ ഇരിപ്പുണ്ട്. ഫുഡ് കഴിച്ചിട്ട് വരാം. അപ്പം ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ ഭയങ്കര ടയർഡായി. എത്രയും പെട്ടെന്ന് ഞങ്ങൾ ഇറങ്ങിയതാണ്. അതായത് ഇപ്പം 4 മണി ആയിട്ടുള്ളൂ. 4 മണി ആയപ്പം തന്നെ ഞങ്ങൾ ഇറങ്ങി. കാരണം ടയർഡായി, വെള്ളത്തിൽ കിടന്ന് ഒരുപാട് വെള്ളം കുടിച്ചു. അതുപോലെ തന്നെ ഭയങ്കര ചൂടുമുണ്ട്. ഞങ്ങൾ നേരത്തെ ഇങ്ങനെ ഇറങ്ങുകയാണ്. ഫുഡ് ഐറ്റംസൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര വില. വെള്ളം പോലും കുടിക്കാൻ പറ്റാത്തൊരവസ്ഥ. വെള്ളത്തിൻ്റെ എല്ലാ സ്ഥലത്തും റെഡിയാക്കിയിട്ടുണ്ട്. വെള്ളം കുടിക്കാനുള്ള പരിപാടിയൊക്കെ എല്ലാ സ്ഥലത്തും ഉണ്ട്. എന്നാലും ഒരു കുപ്പി വെള്ളത്തിന് 10 ദിറംസൊക്കെയാണ്. അപ്പം ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്. ഡ്രസ്സൊക്കെ ഇട്ട് ഇതൊക്കെ അടിപൊളി സംഭവം ഉണ്ടല്ലോ. അടിപൊളിയാണ്. അടിപൊളി എന്ന് വെച്ചാൽ രാവിലെ നീ ഫസ്റ്റ് ടൈം അല്ലേ പറഞ്ഞത്? പറ, ഹൗസ് ദ എക്സ്പീരിയൻസ്? അടിപൊളിയാണ് ശരിക്കും പറഞ്ഞല്ലേ. ആ നമ്മൾ പ്രിപ്പയർ ആയിട്ട് വരണം. കറക്റ്റ് ആയിട്ടുള്ള സ്നാക്സ് കാര്യങ്ങൾ, അതായത് ചോക്ലേറ്റ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവരണം. മനസ്സിലായി? അപ്പോൾ ആകുമ്പോൾ ഇവിടുന്ന് എക്സ്ട്രാ ഫുഡ് മേടിക്കേണ്ട ആവശ്യമോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ചോക്ലേറ്റ്, അതുപോലെ തന്നെ കുറച്ച് കുപ്പി വെള്ളമൊക്കെ കൊണ്ടുവരിക. ആൽക്കഹോളോ കാര്യങ്ങളോ ഒന്നും കൊണ്ടുവരരുത്. വെള്ളമൊക്കെ കൊണ്ടുവരിക. അത്രേ ഉള്ളൂ. അത് തന്നെ വലിയ പ്രശ്നമില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ വേണ്ട നേരെ തിരിച്ച് എൻട്രൻസിൻ്റെ അതുവഴി പോകാതെ നമ്മുടെ മോണോറയിലൊക്കെ ഉണ്ട്. ഇത് മറ്റേ വേവ് ഹൗസ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇപ്രാവശ്യം ചെയ്തില്ല. അവിടെ തന്നെ ഒരു ബാറും ഉണ്ട്. ആ സൈഡിൽ തന്നെ കള്ള് പിടിക്കേണ്ടവർക്ക് കള്ള് പിടിക്കാം. പക്ഷേ ഭയങ്കര പൈസയാണ്. എന്താടാ നീ അങ്ങനെ പറഞ്ഞപ്പോൾ നോക്കുന്നേ? പറ. കള്ളൊന്നും കുടിക്കാൻ പാടില്ല. കള്ള് കുടിക്കാൻ പാടില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. അതായത് നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ്. സംഭവം കൊള്ളായിരുന്നു, ഉഷാറായിരുന്നു. അപ്പം ഞാൻ ഒന്ന് പുറത്തിറങ്ങിയിട്ടും കൂടെ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനായിട്ടിരുന്നായിരുന്നു. അപ്പോൾ എന്തായാലും പൊളിയാണ്. അപ്പോൾ നിങ്ങളും വരിക. ബർത്ത്ഡേ ഉള്ളവർ രജിസ്റ്റർ ചെയ്യുക. ഈസിയാണ്. ഈസിയായിട്ട് രജിസ്റ്റർ ചെയ്യാം. ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് അവരുടെ സൈറ്റിൽ പോകും. അതിനകത്ത് നമ്മുടെ പേരും ഈ മെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും പിന്നെന്തായിരുന്നു ഡേറ്റ് ഓഫ് ബർത്ത്, ഇത്രയും സാധനം കൊടുത്താൽ മതി. ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് മെയിൽ വരും. അതായത് ഓൺ ദ സ്പോട്ടിൽ മെയിൽ വന്നിട്ട് എത്ര ദിവസമാണ്, അതായത് ബർത്ത്ഡേയുടെ 5 ദിവസം 10 ദിവസം മുന്നോട്ടും ബാക്കിലോട്ടുമാണ്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.